അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കുറച്ച് സാരീസ് ആണ് കേട്ടോ. നമ്മുടെ സാരീസ് ആണ്. നമ്മുടെ സാരീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെയും എന്റെ ചേച്ചിയുടെയും സാരീസ്. നമ്മുടെ രണ്ടുപേരുടെ സാരീസ് ഇലവാരിയുടെ ഉള്ളിലാണുള്ളത്. അപ്പൊ നമുക്ക് കാണാം. ആകപ്പാടെ ഇച്ചിരി ഉള്ളൂ. നമുക്ക് ഭയങ്കര കുറച്ച് സാരീസേ ഉള്ളൂ കേട്ടോ. നമ്മൾ വളരെ കുറച്ച് സാരീസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. വല്ല ഫംഗ്ഷൻസോ വല്ലതൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മൾ സാരി എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാരീസ് ഒന്നും എടുക്കത്തില്ല. അതെ, ഈ രണ്ട് സാരിയാണ് നമ്മുടെ ഫസ്റ്റ് സാരി കേട്ടോ. എന്റെ നൈസിയുടെ ആദ്യത്തെ സാരി ഇതാണ്. ആ സാരിയുടെ ബ്ലൗസിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നാൻസിക്ക് അന്ന് പ്രിൻസസ് കട്ടൊന്നും തയ്ക്കാൻ അറിയത്തേ ഇല്ല. ഭയങ്കര ചെറുതായിരുന്നു ആ സമയത്ത്. ചുരിദാർ കട്ടിലാണ് ഞങ്ങള് പ്രിൻസസ് കട്ട് തയ്ച്ചത്. ആ ബ്ലൗസ് ഇതിനകത്തുണ്ടാടി. ആ ബ്ലൗസ് നമുക്ക് ഇത് നോക്കട്ടെ കേട്ടോ. ഇതിനകത്ത് ഉണ്ടെങ്കിൽ നമുക്കിപ്പോ കാണാം. ബ്ലൗസും സാരിയെല്ലാം ഒന്നിച്ചാണ് വെച്ചേക്കുന്നത്. ഉണ്ടോ ഇല്ലയോ നമുക്ക്. അപ്പൊ നമ്മുടെ സാരീസ് എല്ലാം നമുക്ക് പുറത്തേക്ക് എടുക്കാം ഓരോന്നായിട്ട്. അപ്പൊ നമ്മുടെ സാരീസിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെ ഫസ്റ്റ് സാരീസ് എല്ലാം പുറത്തെടുത്തപ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് സാരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ശരിക്കും നമ്മുടെ ഫസ്റ്റ് സാരി. ഓൺലൈൻ ആപ്പിൽ നിന്ന് വാങ്ങിച്ചതാണേ. വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിച്ചതാണ്. അത് ഈ ആപ്പ് ഇപ്പൊ നിലവിൽ പോലും ഇല്ല. അതിന്റെ പേരും ഓർമ്മയില്ല. ഭയങ്കര പേടിയായിരുന്നു ഈ മറ്റേ ഓൺലൈൻ വഴിയൊക്കെ സാധനമൊക്കെ മേടിക്കാനായിട്ട്. അങ്ങനെ ഇരുന്ന് പേടിച്ച് ഞങ്ങൾ വാങ്ങിച്ച സാരിയാണ്. ഇത് 1,200 രൂപയൊന്നും ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഡബിൾ ഷെയ്ഡ് ആണ് കേട്ടോ. നല്ല രസമാണ്. പക്ഷെ ഇത് ഉടുത്ത് കഴിയുമ്പോ കാണാൻ ഭയങ്കര രണ്ട് കളർ വരുന്നുണ്ട്. ഇവിടെ എന്തുവാ ഈ കളറിന്റെ ഇത് ഇവിടെ ഈ കളർ എല്ലാം നല്ല ബ്രൈറ്റ് കളറാണ്. ഇവിടെ ഓറഞ്ച് ആണ്. ഇവിടെ ഓറഞ്ച്, ഇതൊരു ഡാർക്ക് പിങ്ക് കേട്ടോ. ഡാർക്ക് പിങ്ക് അല്ലേ, അങ്ങനത്തെ ഒരു കളർ. രണ്ടും ഡബിൾ ഷെയ്ഡാണ് മിക്സ് ചെയ്ത് വന്നേക്കുന്നത്. നല്ല രസമാട്ടോ ഇത് ഉടുത്തിട്ടുണ്ടായി കാണാനായിട്ട്. ഇതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് ഇതാണ്. പക്ഷെ ലേസ് ഒന്നും കാണാൻ വലിയൊരു ക്വാളിറ്റി ഒന്നും ഇല്ല. ഞങ്ങൾ അന്നേ ഓർക്കുമായിരുന്നു ഈ സാധനമൊക്കെ അഴിച്ച് കളഞ്ഞും. തുണി നല്ല രസമാണ് കാണാൻ. തുണി നല്ല സൂപ്പർ തുണിയാണ്. അന്നേ ഞങ്ങൾ ഓർത്തായിരുന്നു ഇത് മാറ്റിയിട്ട് വേറെ നല്ല ക്വാളിറ്റി ലേസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊന്നും പറയാനില്ല, പൊളിയാണ്. അല്ലെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. അന്ന് ഭയങ്കര പ്രശംസ കിട്ടിയ സാരി ആയിരുന്നു ഇത്. അതെ, ഈ സാരി ഉടുക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ സാരി ഉടുക്കാൻ കുഞ്ഞിലെ മുതൽ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ സ്കൂളും ക്ലാസ്സും ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഒരു ശനിയാഴ്ചയോ സൺഡേ ഒക്കെ കിട്ടാൻ നേരത്ത് സാരി ഉടുക്കലുണ്ട്. എന്റെ ഉച്ച കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിയാൻ നേരത്ത് സാരി ഉടുക്കലാണ് പരിപാടി. നൈസിനെ ഉടുപ്പിക്കും, ഞാനും ഉടുക്കും. അങ്ങനെ സാരി ഉടുക്കൽ പരിപാടി ഉണ്ടായിരുന്നു. ആ ചടങ്ങിൽ പ്രധാന പങ്ക് വഹിച്ചിരുന്ന ആളായിരുന്നു ഇത്. ഇതിന് നമ്മൾ മറന്നു പോയല്ലോ നൈസി. കണ്ടോ, ഇങ്ങനെ വരും കേട്ടോ. ഇത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത ലൈസാണ് ഇവിടെ ഉള്ളത്. പക്ഷെ എന്നാലും ഇത് മൊത്തത്തിൽ ഓവറോൾ ലുക്ക് വരത്തില്ലേ. നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ ഓവറോൾ ലുക്ക് ഇതാ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ചെസ്റ്റിലോട്ട് അങ്ങ് വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. ഞങ്ങളൊരു വെൽവെറ്റിന്റെ ഒരു ബോർഡിനൊക്കെ വെച്ചിട്ട് ഒരു ബ്ലൗസ് ആയിരുന്നു ഇതിന് വേണ്ടി നാൻസി തയ്ച്ചത്. അത് നല്ല ബ്ലൗസ് ആയിരുന്നു. ഇപ്പോഴും ഉണ്ട് ഇവിടെ, എവിടെയോ കിടപ്പുണ്ട് ബ്ലൗസ്. നല്ല ബ്ലൗസ് ആയിരുന്നു അത്. അപ്പൊ നമുക്ക് അടുത്ത സാരി കാണാം. ഒഫീഷ്യൽ ആയിട്ടുള്ള ഞങ്ങൾ ആദ്യത്തെ സാരി ഇതാണ് കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ ബ്ലൗസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം പ്രിൻസസ് കട്ടും കാര്യങ്ങളും ഒന്നുമില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രിൻസസ് കട്ടൊന്നും തയ്ക്കാൻ അറിയത്തില്ലായിരുന്നു. അന്ന് ഈ യൂട്യൂബ് ഒന്നും ഇങ്ങനെ വ്യാപകം അല്ലല്ലോ. നമുക്ക് നെറ്റൊക്കെ എന്നത് ആകപ്പാടെ കറങ്ങി നിൽക്കുന്ന സമയമല്ലേ, ഒന്നും അറിയത്തുമില്ലായിരുന്നു. അങ്ങനെ ചുരിദാർ കട്ടി തയ്ക്കടി, ചുരിദാറിന്റെ ഇത്ര പോഷൻ നമുക്ക് കിട്ടിയാൽ പോരാന്ന് പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചാണ് ഇവളെ ഈ വൃത്തികേട ചെയ്യിക്കുന്നത്. എൽബോ സ്ലീവ് ഒക്കെ വെച്ചിട്ടാണ്. ഇത് എന്റെ ബ്ലൗസ് ആയിരുന്നു. നൈസിയുടെ ബ്ലൗസ് ഇതാണ് പച്ച സാരിയുടെ ബ്ലൗസ്. ഈ സാരി ഇതാണ്. ഞങ്ങൾ മാത്രമല്ല, കുറച്ച് ടീം അംഗങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ട്രെയിനിങ് ടീച്ചേഴ്സ് ആയിട്ടാണ് കേട്ടോ കല്യാണത്തിന് പോയത്. അന്ന് ട്രെയിനിങ് ടീച്ചേഴ്സിനെ പോലെ ഞങ്ങളെല്ലാവരും ഇരുന്നത്. അതായത് കളർ ചേഞ്ച് സാരി, സെയിം ഡിസൈൻ ഒക്കെ ഏകദേശം എല്ലാവരുടെ. എന്നിട്ട് കളർ ചേഞ്ച് വന്നിട്ട് ഇത് കഴിക്കണ്ടായിരുന്നു. പക്ഷെ നല്ല സാരി, ഈ പച്ച നല്ലതല്ലേടി. പക്ഷെ ഭംഗി ഉണ്ടായിരുന്നു അന്ന് ഉടുത്തപ്പോഴത്തേനും കാണാനായിട്ട്. ഞങ്ങൾ എറണാകുളത്ത് എവിടെയാണ് ഈ കടയുടെ പേരെന്താ? ബോട്ടിൽ ഗ്രീൻ സാരി രാധാകൃഷ്ണൻ വാങ്ങിച്ചു. അപ്പൊ ഇതാണ് എന്റെ ബോട്ട് നെക്ക് അല്ലാത്ത ഫേക്ക് ബോട്ട് നെക്ക് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോട്ട് നെക്ക് സോറി പ്രിൻസസ് കട്ട്. എല്ലാരെയും പറ്റിക്കും പ്രിൻസസ് കട്ട് പോലെ. ഞാൻ ഇതുപോലെ ഒരുപാട് എന്റെ ഫ്രണ്ട്സിനും ഒക്കെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടമായിരുന്നു. എന്താ വെച്ചാൽ ഫ്രണ്ടിൽ കട്ടൊന്നും ഇല്ലാത്ത ബ്ലൗസ്, എടി കട്ടില്ലാത്ത ബ്ലൗസ് തയ്ക്കാൻ നിനക്ക് അറിയുമെന്ന് എന്റെ അടുത്ത് ചോദിക്കുമ്പോ ഞാൻ പിന്നെ ഇങ്ങനെ പോരെന്ന് പറഞ്ഞ്. അപ്പൊ എന്റെ കോളേജ് കാലത്തെ പ്രധാന വരുമാന മാർഗമായിരുന്നു കേട്ടോ ഈ ഇങ്ങനത്തെ അൽക്കുലത്ത് പരിപാടി, അൽക്കുലത്ത് സ്റ്റിച്ചിങ്ങും പരിപാടിയൊക്കെ ഞാൻ ചെയ്ത് എന്റെ ഫ്രണ്ട്സിനും നൈസിയുടെ ഫ്രണ്ട്സിനും ഒക്കെ ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. അപ്പൊ അന്നത്തെ ഞാനായിട്ട് സ്വയമായിട്ട് കണ്ടുപിടിച്ചെടുത്ത എന്റെ ബ്ലൗസിന്റെ പാറ്റേൺ ആണിത്. അങ്ങനെ നല്ലതായിരുന്നു. നല്ലതെന്ന് പറഞ്ഞാൽ അത്ര കറക്റ്റ് ഫിറ്റിംഗ് ഒന്നും അല്ല, അഡ്ജസ്റ്റ് ചെയ്ത് തട്ടിയും മുട്ടി ഇട്ട് പോകാം. അപ്പൊ ഇതാണ് ആ ബ്ലൗസ്. ഞാൻ ഇത്രയും സൈസേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഇത് നാൻസിക്ക് പാകായിരിക്കും ലേഡി, നിനക്കിപ്പോ ഇത് പാകായിരിക്കും. ചിലപ്പോ ഇത് പാകായിരിക്കും.
അപ്പൊ ഇത് നൈസിയുടെ ബ്ലൗസ് ആയിരുന്നു. നൈസിയുടെ സാരി വയലറ്റ് കളറായിരുന്നു കേട്ടോ. വയലറ്റ് സാരി നൈസിയുടെ. ഇതാണ് ആ സാരി. ഇനി നമുക്ക് അടുത്തത് പരിചയപ്പെടാം. അപ്പൊ അടുത്ത സാരിയും ബ്ലൗസ് ഇതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ അടുത്ത ബ്ലൗസ്. ഇത് നൈസിയുടെ എൻഗേജ്മെന്റ് സാരിയാണ്. എൻഗേജ്മെന്റ് സാരിക്ക് ബ്ലൗസിന് നമ്മൾ ചെയ്തേക്കുന്ന വർക്കാണ്. നമ്മൾ തന്നെ ചെയ്തതാണ് അന്ന്. ഇത് കൊറോണ സമയത്തായിരുന്നു നൈസിയുടെ എൻഗേജ്മെന്റും കല്യാണം എല്ലാം ഉണ്ടായിരുന്നത്. കുടുംബരി കൊണ്ടു നിൽക്കുന്ന സമയത്ത് കടയിലൊന്നും സാധനം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെ പോയൂല. നമ്മൾ എന്തെങ്കിലും തട്ടിക്കൂട്ടാന്ന് വിചാരിച്ച് നമ്മുടെ വീട്ടിൽ തൊട്ടടുത്തുനിന്ന് തന്നെ ഒരു കടയിൽ നിന്ന്, ഇത് റോസ് സിൽക്കാണ് മെറ്റീരിയൽ. റോസ് സിൽക്ക് ഒരു 5.5 മീറ്റർ മുറിച്ച് വാങ്ങിച്ചു. 1 മീറ്റർ ബ്ലൗസിന് വാങ്ങിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ സർദോസിയാണ് ഈ മെറ്റീരിയല്. സർദോസ് കൊണ്ട് ഇതുപോലത്തെ വലിയ സിമ്പിളാണ്, കാഴ്ചയിൽ വലിയ സെറ്റപ്പ് ഒന്നും തോന്നത്തില്ലെങ്കിലും ഇത് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് നമ്മുടെ മനസ്സമ്മത സാരി. ഇത് നല്ല ഭംഗിയാട്ടോ. ഇത് ഉടുത്ത് കഴിയാൻ നേരത്തെ ലേഡി. ഇത് നല്ല അടിപൊളി കളറാണ്. നോക്കിക്കാൻ നല്ല ഇടിവെട്ട് റെഡ് എന്നൊക്കെ പറയത്തില്ല, കാള കുത്താൻ വരുന്ന റെഡാണിത്. അപ്പൊ നമ്മൾ സാരിയിൽ വർക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. സാരിയിൽ വർക്കൊന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബ്ലൗസിൽ കുറച്ച് ഹെവി ആയിട്ട്, അതായത് കണ്ട തരക്കേടില്ലാത്ത രീതിയിൽ കുറച്ച് ഹെവി ആയിട്ട് വർക്ക് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ സാരിയുടെ മുന്താണിയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ ചെയ്തത്. വേറെ വർക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് റോസ് സിൽക്കാണ് മെറ്റീരിയൽ. പെർ മീറ്ററിന് 600 സംതിങ് ആണ്. ഇപ്പൊ എത്രയായിരുന്നു ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. 600 സംതിങ് അല്ലായിരുന്നു ഇതിന്റെ റേറ്റ്? 400 അല്ലായിരുന്നു. ഓക്കെ. അപ്പൊ ഇത് 400 ആയിരുന്നു കേട്ടോ. 400 സംതിങ് ആയിരുന്നു ഇതിന് 1 മീറ്ററിന്റെ റേറ്റ്. അങ്ങനെ ഞങ്ങൾ ഒപ്പിച്ചെടുത്ത സാരി ആയിരുന്നു. പക്ഷെ അടിപൊളി സാരി ആയിരുന്നു കേട്ടോ. അന്ന് ഒരുപാട് റിവ്യൂ, എവിടുന്നാ സാരി വാങ്ങിയെന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് നമുക്ക് കമന്റ് ഒക്കെ ചെയ്തായിരുന്നു. അതായത് കൊറോണയ്ക്ക് നമ്മൾ ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടപ്പോഴത്തേനും അങ്ങനെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ്. ഞങ്ങൾക്കും ഇഷ്ടമാണ്. ഇപ്പോഴും പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് നിൽക്കുന്ന സാരീസിൽ ഒന്നാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് പ്രിൻസസ് കട്ട് ബ്ലൗസ് ആട്ടോ നമ്മൾ ചെയ്തേക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് പ്രിൻസസ് കട്ട് നമ്മൾ ചെയ്തെടുത്തായിരുന്നു. അപ്പൊ എൻ്റെ ഫസ്റ്റ് പ്രിൻസസ് കട്ടുകളൊക്കെ ഇതാണ്. ഇതൊക്കെയാണ് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി, കൊറോണ സമയം അറിയാമല്ലോ എല്ലാവരും യൂട്യൂബിലായിരുന്നു. അപ്പൊ അതുപോലെ ഞാൻ യൂട്യൂബിൽ നോക്കി തയ്ച്ചെടുത്തൊരു ബ്ലൗസ് ആയിരുന്നു. ഇത് നല്ല ഫിറ്റിംഗ് ആണ്. കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റിൽ കിട്ടിയേക്കുന്ന ഒരു ബ്ലൗസും കൂടാണ് ഇത്. ആ സമയത്ത് എനിക്ക് പാടൊന്നും വെച്ച് തയ്ക്കാൻ അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇത് ഒരു സമതല പ്രദേശം പോലെ മൊത്തത്തിൽ പരന്നു പോയി. പക്ഷെ ഇടുമ്പോ കറക്റ്റ് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നൈസിയുടെ കെട്ടുസാരിയാണ്, കല്യാണ സാരി. അപ്പൊ കല്യാണ സാരിയുടെ ബ്ലൗസ് നമുക്ക് ആദ്യം കാണാം. ഇതാണ് കല്യാണ സാരിയിൽ ഞങ്ങൾ കൂലങ്കുശമായിട്ട് ആലോചിച്ച് കണ്ടുപിടിച്ചെടുത്ത ഡിസൈനാണ് ഇത്. ഭയങ്കര ആലോചന, എന്ത് ചെയ്തു. ഇത് നമ്മൾ റോസ് സിൽക്ക് തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ വാങ്ങിയേക്കണത്. നമ്മൾ ഈ എൻഗേജ്മെന്റ് സാരി തുണി നമ്മൾ മുറിച്ചെടുക്കാൻ പോകാൻ നേരം അവിടെ വെച്ച് തന്നെ നമ്മൾ കണ്ട് റോസ് സിൽക്ക് വാങ്ങി. റോസ് സിൽക്ക് നമുക്ക് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളൊരു ഗോൾഡൻ കളർ മതി എന്ന് ഓർത്തിട്ട് എടുത്തൊരു റോസ് സിൽക്ക് തന്നെയാണ്. ഇതിന് കുറച്ച് റേറ്റ് കൂടുതലായിരുന്നു. ഇതിന് 800 രൂപയായിരുന്നു. പക്ഷെ നമ്മുടെ ചുമലയ്ക്ക് 400 ഉണ്ടായിരുന്നുള്ളൂ. ഇത് 800 രൂപയായിരുന്നു ഒരു പെർ മീറ്ററിന്. അപ്പൊ ഞങ്ങളിത് തുണിയായിട്ട് മുറിച്ച് മേടിച്ച് വെച്ചു കേട്ടോ സാരിക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ പിന്നീട് എന്ത് ചെയ്യണം എന്ന് ഞങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ആലോചന, എന്ത് ചെയ്യും. അങ്ങനെ സൂപ്പർ ഐഡിയ കിട്ടി നൈസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തെടുത്ത ഡിസൈനാണിത്. ഇപ്പൊ എനിക്ക് ഈ ഡിസൈൻ ഇഷ്ടമല്ല കേട്ടോ. അന്ന് പിന്നെ കുഴപ്പമില്ലായിരുന്നു. കൊറോണയുടെ സമയത്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അതെ, കൊറോണയുടെ ഡിസൈനാണ് ഞങ്ങൾ പിന്നെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ സാരിയുടെ കാണുന്ന പൊസിഷനിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം ഫുൾ ഇത് നമ്മൾ ആ ഒരു കാണുന്നത് ഈ ഒരു പോർഷനിൽ ചെയ്തേക്കുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. അന്ന് ഉടുത്തപ്പോഴത്തേനും കുഴപ്പമൊന്നും തോന്നിയില്ല. പക്ഷെ ഇപ്പൊ തോന്നുന്നു വേറെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്. പിന്നെ അന്ന് അത്രയ്ക്കുള്ള അറിവ് ഉണ്ടായിരുന്നുള്ളൂ, ഒന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ സമയവും ഇല്ല, പെട്ടെന്നായിരുന്നു. എൻഗേജ്മെന്റും കല്യാണമൊക്കെ ഭയങ്കര പെട്ടെന്നായിരുന്നു. അപ്പൊ പിന്നെ ആ സമയമില്ലാത്ത സമയത്ത് ഇത്രയും ഒപ്പിച്ചെടുത്തല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അത്രേ ഉള്ളൂ. അങ്ങനെ അപ്പൊ അത് ഇതാണ്ടോ സാരി. നമ്മൾ നേരത്തെ കണ്ട എൻഗേജ്മെന്റ് സാരി പോലെ തന്നെ ഇത് പ്ലെയിൻ ആണ്. ഇതിൽ പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. പ്ലെയിൻ. ഞാൻ പിന്നെ സൈഡ് നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ മുന്താണിയുടെ സൈഡ് ഉണ്ടല്ലോ, അത് നമ്മൾ കെട്ടിയെടുത്തിട്ടുണ്ട്. അതേ ഉള്ളൂ ഇതിലും. ഇവിടെ വാർഡ്രോബിലുള്ള എക്സ്പെൻസീവ് സാരികളിലൊന്നും. ഇത് ഒരു 2000 ചില്ലറയുടെ ഒരു സാരിയാണ്. എത്രയത് കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല. 2000 സംതിങ്ങിന്റെ ഒരു സാരി. ഒരടക്കം ഉണ്ടായിരുന്ന ഒരു ട്രെൻഡിങ്ങിൽ വന്നൊരു മെറ്റീരിയലും പ്രിന്റല്ല സോറി ഡിസൈനും ഒക്കെയാണിത്. മറ്റേ സോഫ്റ്റ് സിൽക്ക് എന്ന് പറഞ്ഞിട്ട് ഒരടക്ക് ഭയങ്കര അപ്പൊ ഇതിങ്ങനെ അതെ ചതുരം വട്ടം ഒക്കെ ഇങ്ങനെ മാറി വരുന്ന പോലത്തെ ഒരു സാരിയായിരുന്നു. നമ്മൾ വാങ്ങിച്ചതല്ല, നമുക്ക് ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ട് അത് ഇങ്ങനെ വരും. വാങ്ങിച്ചു തന്നതാണ്. ഇത് ഉടുത്താൽ രസം ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അന്ന് ഉടുത്തപ്പോഴത്തേനും നല്ല ഭംഗിയുണ്ടായിരുന്നു നൈസിനെ കാണാനായിട്ട്.
ഞാൻ ഈ സാരി കൊടുത്തിട്ടില്ല, ഇത് നൈസിയുടെ സാരിയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ബ്ലൗസ് കാണാം. ബ്ലൗസ് ഭയങ്കര സിമ്പിൾ ബ്ലൗസ് ആണ്. ഇത് സാരിയുടെ ഉള്ളിൽ മടക്കി വെച്ചേക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഈ കോലത്തിരിക്കുന്നത്. എല്ലാവരും സദയം ക്ഷമിക്കുക. അപ്പൊ ഇത് പ്രിൻസസ് കട്ടാണ്. നമുക്ക് പ്രിൻസസ് കട്ട് ബ്ലൗസ് മാത്രമേ ഉള്ളൂ, കാരണം എനിക്ക് പ്രിൻസസ് കട്ട് തയ്ക്കാൻ അറിയുള്ളൂ, എനിക്ക് വേറെ കട്ടൊന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് മറ്റേ കട്ട് ഇഷ്ടമല്ല കേട്ടോ. അതെ, ആ കട്ട് നമുക്ക് ഇഷ്ടമല്ല, നമുക്ക് ഈ കട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എപ്പോഴും പഠിച്ചു വെച്ചേക്കുന്ന ആ ഒരു സ്റ്റിച്ചിങ് രീതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്ത് വേണോ അത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഒന്നും എനിക്കറിയത്തില്ല. എനിക്ക് ഒരു സമയത്ത് എനിക്ക് കുർത്തി ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കെല്ലാ നൈസിക്ക് കുർത്തി ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കെന്ന് വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല, എന്നെ പുഷ് ചെയ്ത് ചെയ്യിപ്പിക്കലാണ്. ഉള്ളിലെ കലാകാരിന് ഞാനാണ് വലിച്ച് പുറത്തേക്ക് ഇടാറെപ്പോഴും. ഈ കല്യാണത്തിന് വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, എന്നെ ഒരുക്കിയതാരെന്നറിയാമോ? ഇതാണ്, ഇവിടെ നന്നായിട്ട് സാരിയൊക്കെ ഉടുപ്പിക്കും കേട്ടോ. എനിക്കൊന്നും അറിയത്തില്ല, ഇവിടെ നന്നായിട്ട് സാരിയൊക്കെ ഉടുപ്പിക്കും. ഇവിടെ തന്നെയാണ് മേക്കപ്പും എല്ലാം. അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലൗസ് കേട്ടോ. ഈ ബ്ലൗസിന് നമ്മൾ സൈഡ് സിബറാണ് വെച്ചേക്കുന്നത്. ഇതൊക്കെ എന്റെ ഫസ്റ്റ് ആദ്യകാല സിബ് വെക്കൽ പരീക്ഷണങ്ങളിലൊക്കെ പെടും. അതായത് മറ്റേ ട്രാൻസ്പെറന്റ് സിബ് നമ്മൾ വെക്കൂലേ, ഇത് കറക്റ്റ് കളർ കിട്ടിയില്ല കേട്ടോ. അപ്പം എന്താ ലൈറ്റ് വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കണം. ഇത് നമ്മൾ കാണാത്ത സൈഡിൽ, ഈ സൈഡിലാണ് ഞാനന്ന് ഫീഡിങ് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു സിബ് വെച്ചത്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സിബ് വെച്ചത്. പിന്നെ അന്ന് കിട്ടിയ കളർ ഇതാണ്, കറക്റ്റ് മാച്ചായിട്ട് കളർ കിട്ടിയത് ഇത്ര വൃത്തിയേടില്ലായിരുന്നു. അപ്പൊ ഞാനിത് സിബൊക്കെ വെച്ച് പഠിച്ചത് ഇതിലാണ് കേട്ടോ. അങ്ങനെ ഇതാണ് ആ ബ്ലൗസും ആ സാരി. അപ്പൊ ഇത്ര നേരം നമ്മൾ കണ്ടത് നൈസിയുടെ സാരിയാണ്. ഇനിയാണ് നമ്മുടെ ലെജൻഡ് സാരി വരാൻ പോണത്. അതാണ് എന്റെ സാരി. അപ്പൊ ഇതാണ് എന്റെ ഫസ്റ്റ് സാരി. അതായത് ഞാൻ കാശ് കൊടുത്ത് എനിക്ക് വേണ്ടി ഞാൻ പണിയെടുത്ത് മേടിച്ച സാരിയാണിത്. എൻ്റെ ഫ്രണ്ടിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും സാരി എടുത്താണ് പോയത്. അപ്പൊ ഞാൻ വാങ്ങിയ സാരിയാണിത്. പോത്തീസിൽ നിന്നാണ് ഈ സാരി വാങ്ങിയത്. ഇത് പോത്തീസിലെ സാരിയാണ്, പോത്തീസിലെ ആടി സെയിലിലെ സാരിയാണ്. എത്ര രൂപയായിരുന്നടി? അപ്പൊ ഇതിന് റേറ്റ് കുറവാണ് കേട്ടോ. ഇതിന് 1000 സംതിങ്ങേ ഉള്ളൂ, 1200 അങ്ങനെ 1100 സംതിങ്ങോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ സാരിയുടെ വില. നല്ല സാരിയാണ്. ഇത് കൊടുക്കാൻ നേരത്തെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. അടിപൊളി സാരിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാരി, എന്റെ ആദ്യത്തെ സാരി. ഇത്രയും മതി ഇതിനെ പറ്റി. ഇനി ബ്ലൗസിനെ പറ്റി പറയൂ. അപ്പോ ഞാൻ പല കാര്യങ്ങളും മറന്നു പോകുമ്പോൾ അതെല്ലാം ഓർമ്മിപ്പിക്കുന്ന എന്റെ ചേച്ചിയാണ്. അപ്പൊ ഇതാണ് അതിന്റെ ബ്ലൗസ് കേട്ടോ. ഇത് ഞാൻ കപ്പൊക്കെ വെച്ചിട്ടാണ് കേട്ടോ തയ്ച്ചത്. എനിക്ക് കപ്പൊക്കെ വെച്ച് വേണം, പെർഫെക്റ്റ് ആയിട്ടൊരു ബ്ലൗസ് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ വർക്ക് ചെയ്യുമായിരുന്നല്ലോ ആ സമയത്ത്. അപ്പൊ എനിക്ക് ഇവിടെ വരാനോ മെഷീൻ ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ വരാനോ തയ്ക്കാനോ ഒന്നും സമയം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നിടത്ത് തന്നെ തയ്പ്പിച്ച ബ്ലൗസാണിത്. നല്ല അടിപൊളിയായിട്ട് അവിടെ പാരീസിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ പരിചയം ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പൊ പാരീസ് ബൊട്ടിക്ക് അവിടെ എറണാകുളം പാലാരിവട്ടം റൂട്ടുണ്ടല്ലോ, അപ്പൊ പാരീസ് ബൊട്ടിക്കിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അവിടെ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് അവരുടെ ബ്ലൗസ്. ഭയങ്കര ഫിറ്റിംഗ് ആയിട്ടായിരിക്കും ബ്ലൗസ് ഉണ്ടാകുന്നത്. അപ്പൊ എനിക്കൊരു ആഗ്രഹം അവിടെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യിക്കണം എന്ന്. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. ബാക്കിൽ കുറച്ച് ഡീപ്പിനൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ബാക്കിൽ ഡീപ്പ് യു കൊടുത്തിട്ട് പിന്നെ ഹുക്കാണ് വന്നേക്കുന്നത്. ചെറിയ ചെറിയ പഫ് ഉണ്ട്. പിന്നെ പ്രിൻസസ് കട്ടാണ്, പാടൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട്. പിന്നെ അതായത് ചെറിയൊരു പൈപ്പിംഗ് ഒക്കെ പോകുന്നുണ്ട്. അങ്ങനെ കണ്ടോ, അടിപൊളിയാണ് കേട്ടോ. അത് ഭയങ്കര അടിപൊളി ബ്ലൗസ് ആണ്. പെർഫെക്ഷൻ അനുസരിച്ച് നമ്മൾ റേറ്റും കൊടുക്കണം കേട്ടോ. അത് വേണം. അത് എത്രയും ആൾക്കാർ ജോലി ചെയ്യുന്നതാണ് അവിടെ. അപ്പൊ ഈ ഒരു ബ്ലൗസിൽ ഒരുപാട് പേര് വർക്ക് ഉണ്ട് ഇതിനകത്ത് വരുന്നുണ്ട് അല്ലേ? ഒരുപാട് പേരുടെ കയ്യിൽ കൂടെ പോകുന്നതാണ് ഈ സംഭവം. കട്ട് ചെയ്യുന്ന ഒരാള്, സ്റ്റിച്ച് ചെയ്യുന്ന ഒരാള്, ഹെം ചെയ്യുന്ന ഒരാള്, അങ്ങനെ ഒരുപാട് പേരുടെ എഫേർട്ടൊക്കെ ഉണ്ട്. നമ്മുടെ മെഷർമെന്റ് എടുക്കുന്നത് വേറൊരാള്, അങ്ങനെയൊക്കെ. അപ്പൊ അത്രയും ആൾക്കാർ വരുമ്പോൾ അത്രയും ഫിറ്റിംഗ് വരും, അത്രയും ആൾക്കാരുടെ കഴിവുകൾ അതിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് നമ്മൾ അത്യാവശ്യം റേറ്റ് ഉണ്ട്. പക്ഷെ നല്ല കോൺഫിഡൻസ് ആണ് ഈ ബ്ലൗസ് ഇടുമ്പോൾ. കാരണം നല്ല ഫിറ്റിംഗ് ആണ്, എന്നെ വെച്ച് തയ്ച്ചേക്കുന്ന പോലാണ് ഇതിരിക്കുന്നത്. അതുകൊണ്ട് അടിപൊളിയാണ്. എനിക്കിത് ഇഷ്ടമാണ് ഈ സാരി, ബ്ലൗസ് എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഓക്കെ, അടുത്ത സാരിയാണ്. സാരി ഉടുത്തിട്ടുള്ള ലുക്ക് ഇതാ കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് ഉടുക്കുമ്പോൾ കാണാനായിട്ട്. ഭയങ്കര കംഫർട്ടബിൾ ആണ് ഉടുക്കാനായിട്ട്. കാണുമ്പോൾ നല്ല ലുക്കുള്ളൊരു സാരി പോലെയൊക്കെ തോന്നും. പക്ഷെ പാവപ്പെട്ട ഇച്ചിരി വിലയുള്ള നല്ലൊരു സാരിയാണിത്. അപ്പോൾ നമ്മുടെ അടുത്ത സാരി ഇതാണേ. ഇത് നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഷോർട്സും സാരി ഡ്രൈപ്പിംഗ് വീഡിയോ ഒക്കെ ചെയ്തത് ഈ സാരി വെച്ചിട്ടാണ്. ഇതൊരു വാഴക്കൂമ്പ് കളർന്നാണ് എൻ്റെ അമ്മ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആ വാഴക്കൂമ്പ് കളറിലുള്ള സാരിയാണ് കേട്ടോ ഇത് കസിൻ ചേട്ടൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിയ സാരിയാണ്. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. 1500 രൂപയാണ് ഇതിന്റെ വില. സോഫ്റ്റ്
സോഫ്റ്റ് സിൽക്കോ ബനാറസി സിൽക്കോ എന്തെന്ന് പറയാ, എന്താന്ന് പ്രത്യേകിച്ച് അറിയില്ല. എന്തോ സാരി ഇങ്ങനെ ജെറി വർക്കൊക്കെ ത്രൂ ഔട്ട് പോകുന്ന പോലത്തെ സാരിയാണ്. കണ്ടോ കണ്ടോ, ജെറി വർക്കൊക്കെ ഫുള്ള് പോകുന്ന സാരിയാണ്. നല്ല സാരിയാണ്, ഉടുക്കുമ്പോൾ നല്ല രസമാണ്. പിന്നെ ഇങ്ങനെ ഒഴുകി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഉടുക്കാനൊക്കെ എളുപ്പമാണ്. നമ്മുടെ ബോഡിയോട് ചേർന്ന് നടന്നോളും. അത്യാവശ്യം വെയിറ്റിലൊക്കെ ഇങ്ങനെ കിടക്കുന്ന പോലത്തെ നല്ലൊരു സാരിയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത് എനിക്ക് കുറച്ച് ഡീപ് വി വേണം എന്ന് ആ സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നോണ്ട് ഞാൻ കുറച്ച് ഡീപ് വി ആയിട്ടതാ ഇങ്ങനെ കണ്ടോ, കുറച്ച് ഡീപ് വി കുറച്ച് പണി എടുത്തിട്ടുണ്ട് നാൻസി ബ്ലൗസ്. കുറച്ച് പണിയെടുത്ത് തയ്ച്ച ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത. അപ്പൊ നമ്മള് കപ്പൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷേപ്പിന് വേണ്ടിട്ട് നമ്മൾ നമ്മള് ബ്ലൗസ് തയ്ച്ചാലും കപ്പ് വെക്കുന്നത് ഭയങ്കര പെർഫെക്റ്റ് ആട്ടോ അല്ലേടി. നല്ല ലുക്ക് കിട്ടും അല്ലെ സാരി എടുത്തു കഴിഞ്ഞാൽ, നല്ല ലുക്ക് കിട്ടും. അപ്പൊ നമുക്ക് സാരി എടുത്തു കഴിയുമ്പോൾ നല്ല ഷേപ്പ് ഒക്കെ കിട്ടും, നല്ല കോൺഫിഡൻസും കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ വെക്കുന്നതെല്ലാം കപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നതെല്ലാം. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ. ആദ്യം ഞാൻ ഭയങ്കര കപ്പ് വിരോധിയായിരുന്നു. കപ്പ് വെച്ചാൽ അയ്യേ അങ്ങനെ എന്തൊക്കെ ആയിരുന്നു ഞാനും. പക്ഷെ പിന്നീട് അത് ഇട്ടിട്ടുള്ള ആ ഒരു പെർഫെക്ഷനും ഒരു കംഫർട്ടും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മനസ്സിലായി പഫ് അടിപൊളിയാണെന്ന്. കപ്പ് അടിപൊളിയാണെന്ന്. അപ്പൊ ഈ ബ്ലൗസിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. ബാക്കിൽ ഒരു ചെറിയൊരു ഇതേപോലെ വി ആണ്. പക്ഷെ വി ആണെങ്കിൽ ഒരു എന്താ ഒരു ഇതള് പോലെയാണ് ഞാൻ തയ്ച്ചെടുത്തേക്കുന്നത്. വി തന്നെ കുറച്ചൊന്ന് വൈഡാക്കിയതേ ഇങ്ങനെ അങ്ങനെയാട്ടോ തയ്ച്ചേക്കുന്നത്. അപ്പൊ ഇത് പഫ് സ്ലീവ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എൽബോ സ്ലീവ്സ് ആണ് കൊടുത്തേക്കുന്നത്. നല്ല ബ്ലൗസ് ആണ്. ഇത് ഇട്ടപ്പോഴത്തേനും എനിക്ക് ഒരുപാട് അപ്രിസിയേഷൻ ഒക്കെ കിട്ടിയായിരുന്നു കേട്ടോ. അതായത് ബ്ലൗസിന്റെ ആ ഒരു പാറ്റേൺ എല്ലാവർക്കും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട് നല്ല ബ്ലൗസ് ആയിരുന്നല്ലോ അതെന്ന്. അങ്ങനെ അപ്രിസിയേഷൻ കിട്ടിയ ബ്ലൗസുകൾ ഒന്നാണ് കേട്ടോ ഇത്. അപ്പൊ ഈ സാരി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. അപ്പൊ നമുക്ക് അടുത്ത സാരി കാണാം. അടുത്ത സാരിയാണ് ഈ സാരി. ഇത് നൈസിയുടെ സാരിയാണ് കേട്ടോ. ഞാനിപ്പോ കാണിച്ചില്ലേ പച്ച സാരി, എൻ്റെ കസിന്റെ കല്യാണമായിരുന്നു. അപ്പം ആ കല്യാണത്തിന് നൈസ് ഇട്ട സാരി ആയിരുന്നു കേട്ടോ ഇത്. ബ്ലൂ കളറിലൊരു സാരിയാണ്, അടിപൊളി സാരിയാണ്, നല്ല രസമാണ്. സെയിം മെറ്റീരിയലാണ് കേട്ടോ. നേരത്തെ കാണിച്ച എൻ്റെ സാരിയുടെ സെയിം മെറ്റീരിയലാണ്. അപ്പൊ നമ്മൾ ഇതിൽ കുറച്ച് വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എംബ്രോയിഡറി സീക്വൻസ് ആണ് കേട്ടോ. സീക്വൻസും ബേർഡ്സും ഒക്കെ വെച്ചിട്ടുള്ളൊരു ബുട്ട പോലെ ചെയ്തേക്കുവാണ്. വലത്തെ സ്ലീവിൽ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി സാരി വൺ ലെയർ ഇടാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അതുകൊണ്ട് എന്തിനാ വെറുതെ ഇവിടെ വർക്ക് ചെയ്തിട്ട് വെറുതെ നമ്മുടെ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. കല്യാണത്തിന്റെ തലേ ദിവസം ഇരുന്നിട്ടാണ് ഞാൻ ബ്ലൗസും സ്റ്റിച്ച് ചെയ്യുന്നതും വർക്ക് ചെയ്യുന്നതും എല്ലാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ കയ്യിലൊന്നും ചെയ്ത് സമയം കളഞ്ഞില്ല കേട്ടോ നമ്മുടെ. അപ്പം നമ്മൾ വലത്തെ സ്ലീവില് ഈ കാണുന്ന സ്ലീവിൽ മാത്രമേ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നല്ല വർക്കൊക്കെയാണ്, നല്ല രസമാണ് ഇത് കാണാനായിട്ട്. കൊടുത്തിട്ടുണ്ടല്ലോ അടിപൊളിയാണ് കാണാനായിട്ട്. അങ്ങനെ ഇതാണ് ആ ബ്ലൗസ്. പ്രിൻസസ് കട്ടാണ് തയ്ച്ചേക്കുന്നത്. പിന്നെ നമ്മൾ കപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെ, ഫ്രണ്ടിൽ കപ്പൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലൗസ്. യൂനെക്കാണ് കേട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം വൈഡ് യൂനെക്കാണ് കൊടുത്തേക്കുന്നത്. ബാക്കിലും അങ്ങനെ തന്നെ വൈഡ് യൂനെക്കാണ് കൊടുത്തേക്കുന്നത്. ബാക്കിൽ ഹുക്കൊക്കെ വെച്ചിട്ടുള്ളൊരു ബ്ലൗസാണ്. ഇതിന്റെ സാരി സിൽവർ ജെറിയാണ് കേട്ടോ ഇതിൽ വന്നേക്കുന്നത്. ത്രൂ ഔട്ട് സിൽവർ ജെറിയുടെ വർക്ക് ഉണ്ട്. ബോർഡറിൽ ബോർഡർ വരുന്നുണ്ട്. ഇത്രയും വലിയൊരു ഹെവി ബോർഡറാണ് വരുന്നത്. പക്ഷെ നല്ലതൊന്നും എടുത്തറിയത്തൊന്നുമില്ല, മൊത്തം എല്ലാം ഒരുപോലെ ആയിരിക്കുന്നേ. അപ്പൊ ഇതേ ബോർഡറും വന്നിട്ട് ത്രൂ ഔട്ട് സിൽവർ ജെറി വരുന്നൊരു സാരിയാണ്. നല്ല സാരിയാണ്. അങ്ങനെ ഇതാണ് സാരി. ഇനി നമുക്ക് അടുത്ത സാരി കാണാം. ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് തയ്ച്ചേക്കുന്ന ഒരു ബ്ലൗസാണ് കാണാൻ പോകുന്നത്. ഞാൻ ഇന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോസ് എടുക്കുന്നതിന് കൂടെ അതും കൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ഓർത്ത്. ഇതാണ്. അപ്പോൾ നമ്മൾ നല്ല വൈഡ് സ്ക്വയർ നെക്കാണ്. പക്ഷെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് വളച്ചു കൊടുത്തിട്ടുണ്ട്. കപ്പൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്രിൻസസ് കട്ടാണ്. അങ്ങനെ നല്ല കളറല്ലേ, നല്ല ഭംഗിയുള്ള കളറാണ്, അടിപൊളിയാണ്. പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഓർഗൻസ ആണ് കേട്ടോ മെറ്റീരിയൽ. അപ്പോൾ ഇത് നമ്മൾ സാരി ആയിട്ട് വാങ്ങിയതല്ല, ഇത് നമ്മൾ തുണി മുറിച്ച് മേടിച്ചേക്കുവാണ്. 6.5 മീറ്റർ തുണി മുറിച്ച് മേടിച്ചിട്ട് 1 മീറ്റർ ബ്ലൗസിനും ബാക്കി 5.5 മീറ്റർ സാരിക്കും വേണ്ടി നമ്മൾ എടുത്തേക്കുവാണ്. അത് ഇതാണ് നമ്മുടെ ബ്ലൗസ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഇത് വേഗം സാരിയായിട്ട് ഉടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് ഞാൻ. നമ്മൾ കുറച്ച് എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇതാണ് ബാക്ക്. കുറച്ച് വി ആണ്. നമ്മൾ ഒന്ന് വൈഡായിട്ട് വി വെച്ചേക്കുവാണ്. വൈഡ് വി ആണേ. വൈഡ് വി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തേക്കുവാണ് ബാക്ക്. അങ്ങനെ
നമ്മൾ ഹുക്കൊക്കെ വെച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പം നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്തു. 100 സംതിങ് രൂപയുള്ളൂ ഓർഗൻസയുടെ വില. 100 സംതിങ് 120 മറ്റോ ഉണ്ടായിരുന്നുള്ളൂ പെർ മീറ്റർ ഓർഗൻസയുടെ വില. അപ്പം ഇതാണിതേ സാരിയുടെ കളർ വന്നിട്ട് കുറച്ച് ഷൈനിങ് ഒക്കെ ആയിട്ട് വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ. കുറച്ച് തിളക്കമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളിത് സാരി ആയിട്ടും സെയിം മെറ്റീരിയൽ കൊണ്ട് തന്നെ നമ്മൾ ബ്ലൗസും സ്റ്റിച്ച് ചെയ്തെടുത്തേക്കാണ്. കുറച്ച് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ട് ഒന്ന് എൻഹാൻസ് ചെയ്യുന്നുണ്ട് സാരീനെ. അങ്ങനെ അപ്പോൾ നമുക്കിത് വരുന്ന വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഈ സാരി എടുത്ത് കാണിക്കുന്നില്ല. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇത് സാരി ആയിട്ടൊക്കെ എടുത്തിട്ട് നമ്മളൊരു ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാം നമുക്ക്. അപ്പോൾ ഇത് അങ്ങനെ വർക്ക് ഇൻ പ്രോഗ്രസ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു സാരിയാണ് കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മുടെ സാരീസൊക്കെ തീർന്നിട്ടുണ്ട്. ഇതാണ് ഡിപ്പ് ചെയ്യുവാണേ. ഓക്കെ ബൈ.